ഈ രതീഷ് ചക്രപാണി ഒരുപക്ഷെ ഞാൻ ഈ കെ ടിയോട് ചോദിച്ച അതേ ചോദ്യം തന്നെ രതീഷ് ചക്രപാണിയോട് ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ രജിൻ പറഞ്ഞത് ഈ ACCക്ക് ഒരു തെറ്റ് പറ്റിയെങ്കിലും സംസ്ഥാനത്ത് സതീശൻ സർക്കാർ നിങ്ങളൊക്കെ എന്താണ് പറഞ്ഞുകൊണ്ടതാണ് സതീശൻ സർക്കാർ VD സതീശൻ സർക്കാർ ഇവിടെ വന്ദേമാതരം പാടിയില്ലല്ലോ എന്നുള്ളതാണ്. നമ്മൾ കണ്ടതാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലിയത്. ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് വന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ദേമാതരം ചൊല്ലിക്കാൻ ശ്രമം നടത്തിയത്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഇരുന്നു കൊണ്ട് VD സതീശൻ പറഞ്ഞതും നമ്മൾ കേട്ടതാണ്. അങ്ങനെ വന്ദേമാതരം പാടിയില്ലെങ്കിൽ 3 വർഷം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് VD സതീശൻ പറയുന്നതാണ്. അങ്ങനെ ഒരു വ്യവസ്ഥ ഉള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല, താങ്കൾക്കും അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് കേരളത്തിൽ മാത്രം ഈ വന്ദേമാതരൻ പാടാൻ കഴിയാതിരിക്കുകയും വന്ദേമാതരം എന്ന് പറയുമ്പോൾ വന്ദേമാതരത്തിൻ്റെ 2ാം സ്റ്റാൻസ വിവാദമാകുന്ന 2ാമത്തെ ചരണങ്ങൾ 3ാം ചരണം മുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പാടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കേരളത്തിൽ എന്തുകൊണ്ടാണ് പാടാതിരുന്നത് എന്നുള്ളതാണ് താങ്കളുടെ ചോദ്യം. ആ കേരളത്തിൽ പാടാതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രൽ പൊളിറ്റിക്സിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കേരളത്തിൽ പാടിയാൽ അത് വലിയ ദോഷം ചെയ്യുമെന്ന് കോൺഗ്രസ്സിന് അറിയാവുന്നത് കൊണ്ടാണ്. കാരണം 27% വരുന്ന 32% വരെ ഉണ്ടാകാവുന്ന മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിലും ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളുടെ എല്ലാം തന്നെ ഈ പറയുന്ന പോലെ അവരെ എല്ലാം തന്നെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഭരണത്തിലെത്തിയതെന്നും ഇനി അത്തരം പാർട്ടികൾക്ക് പ്രത്യേകിച്ചും കോൺഗ്രസിനും മുസ്ലിം ലീഗിനൊന്നും ആ വോട്ടുകൾ കിട്ടില്ല എന്നുള്ള അവരുടെ തോന്നൽ കൊണ്ടാണ്. ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ KT കുഞ്ഞിക്കണ്ണൻ സഖാവോട് പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സിന് ഇതിൻ്റെ പുറത്ത് യാതൊരുവിധ നിലപാടുമില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് കാലാകാലങ്ങളായി എടുത്തിട്ടുള്ള നിലപാടുകൾ എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെയും അതിൻ്റെ മതനിരപേക്ഷതയെയും മതേതരത്വത്തെയും അപകടപ്പെടുത്തിയത് എന്ന് നമ്മൾ കാണണം. ഞാനിപ്പോൾ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞോട്ടെ. 1529 ബാബറി മസ്ജിദ് സ്ഥാപിക്കപ്പെടുന്നു. 1950 49 അതുപോലെ 50കളിലാണ് ഏറ്റവും ആദ്യത്തെ ഒരു കേസ് അതിനകത്തേക്ക് വരുന്നത്. 59 മുസ്ലിം സ്യൂട്ട് വരുന്നു, 50 എന്ത് ചെയ്യുന്നു ഒരു ഹിന്ദു സ്യൂട്ട് വരുന്നു. 84 രാം ജന്മഭൂമി മൂവ്മെൻറ്റ് VHP സ്റ്റാർട്ട് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ 1986 എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. കാരണം 1986 രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ യഥാർത്ഥത്തിൽ ഷാബാനു കേസിൽ ഒരു വിധിയുണ്ടാവുകയും ആ വിധിയെ മറികടക്കാൻ വേണ്ടി താൽക്കാലികമായിട്ടുള്ള ഒരു നിയമം പാസ്സാക്കിക്കൊണ്ട് ഒരു മുസ്ലിം അപ്പീസ്മെൻറ്റ് നടത്തി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു ലോവർ കോർട്ടിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഫൈസാബാദ് കോർട്ടിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ 1986 എന്ത് സംഭവിച്ചു? ബാബറി മസ്ജിദ് ഹിന്ദു പൂജകൾക്കായി തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ സമീപനം വന്നെടുത്തു. ബാക്കി ചരിത്രമാണല്ലോ, ഞാൻ പറയണ്ടല്ലോ. 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതും അതിനുശേഷം യഥാർത്ഥത്തിൽ 2019 അതുമായി ബന്ധപ്പെട്ടൊരു വിധിയുണ്ടാകുന്നതും ആ വിധിയുണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയെയും നിയമവും നോക്കാതെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള വിധിയിലേക്ക്, അതായത് ഒരു ഒത്തുതീർപ്പ് വിധിയിലേക്ക് ഒരു ജഡ്ജ്മെൻറ്റ് നമ്മുടെ സുപ്രീം കോടതി പോലും കടക്കേണ്ടി വന്നതൊക്കെ നമുക്കറിയാം. അതിനു മുൻപ് 2017 തന്നെ ഖേഹർ എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിലൊന്ന് ഒത്തുതീർപ്പാക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരൊറ്റ ഉദാഹരണം എന്ന് പറയുന്നത് എങ്ങനെയാണോ കോൺഗ്രസ് അലംഭാവമായിട്ടുള്ള നിലപാടെടുത്തത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് രാജ്യത്ത് വർഗീയ ലഹളകളുണ്ടായത്. രാജ്യം യഥാർത്ഥത്തിൽ മാനസികമായി ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളൊക്കെ തന്നെ വളരെ അരക്ഷിതരാണെന്ന് പറയുന്ന തോന്നലുണ്ടായത്. ഈ കാര്യത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ വന്ദേമാതരം ഇന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഓഫീസിൽ പാടി അതൊരു തെറ്റായി പോയി, ഞങ്ങൾക്ക് പറ്റിയ ചെറിയൊരു മിസ്റ്റേക്ക് ആണെന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ റെജിനസ് ഉണ്ണിത്താൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതൊരു തെറ്റാണ്, ഒരു അബദ്ധം പറ്റിയതാണ് എന്നുള്ളത് മാറ്റിവെച്ചാൽ യഥാർത്ഥത്തിൽ ബാക്കിയുള്ള 3 സ്റ്റേറ്റുകളിൽ നിങ്ങളൊന്നറിയണം, കർണാടകയിലും തെലുങ്കാനയിലും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലുമടക്കം മുഖ്യമന്ത്രിമാർ നോക്കി നിൽക്കുമ്പോൾ പാടിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നതിലേക്ക് കടക്കുന്നതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. മതേതരത്വം അപകടത്തിലാകുന്നൊരു സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് നടത്തിയതിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസും അതിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെയുടെ അലംഭാവമായിട്ടുള്ള സമീപനമാണ്, സോഫ്റ്റ് ഹിന്ദുത്വ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നെഹ്റുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കാലത്ത് തുറന്നു കൊടുക്കാതിരുന്നൊരു കാര്യം 1986
1956 തുറന്നു കൊടുത്തതുപോലെ തന്നെ ഒരു ചരിത്രപരമായ മുഹൂർത്തമാണ്. ആ മുഹൂർത്തം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാകാതിരിക്കുകയും ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറുകയും ചെയ്തു. ഇവിടെ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യയുടെ ബഹുസ്വരത എത്രത്തോളമുണ്ട്, നാനാത്വത്തിൽ ഏകത്വം എത്രത്തോളമുണ്ട്, നമ്മുടെ ഡൈവേഴ്സിറ്റി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എത്രത്തോളമുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ ജനഗണമന എന്ന് പറയുന്ന ദേശീയ ഗാനം പാടാൻ കഴിയില്ല എന്ന് 3 കുട്ടികൾ അവർ പറഞ്ഞ് സുപ്രീം കോടതി വരെ കേസിന് പോയപ്പോൾ സുപ്രീം കോടതി എടുത്ത നിലപാട്, നിങ്ങളുടെ വിശ്വാസത്തിനെതിരാണെങ്കിൽ അത് പാടേണ്ട, പകരം നിങ്ങളതിനെ ബഹുമാനിക്കാതിരിക്കരുത് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അത്തരത്തിലൊരു നിലപാടെടുത്തിട്ടുള്ള നമ്മുടെ രാജ്യത്തെ പുറകോട്ടടിക്കാൻ വളരെ അലംഭാവമായിട്ടുള്ളൊരു നിലപാട് കൂടി കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഞാൻ കാണുന്നത് 1986 രാജീവ് ഗാന്ധി ചെയ്തിട്ടുള്ള അതേ മിസ്റ്റേക്ക്, അതേ തരത്തിൽ ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇന്നുകൂടി ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.